ഈ മുട്ട എന്ന് പറയുന്ന സാധനം കാണുന്ന പോലൊന്നുമല്ല. വിചാരിച്ചാൽ നമുക്ക് ചിക്കനെക്കാട്ടിലും വെറൈറ്റീസ് ഉണ്ടാക്കാം. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നുകൊണ്ട് തന്നെ ആൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അധികവും എഗ് ബുർജിയാണ് ഉണ്ടാക്കി കൊടുക്കല്. ഒരു 2-3 ദിവസം അടുപ്പിച്ച് എഗ് ബുർജി ഉണ്ടാക്കി. അപ്പോൾ ഈ എഗ് ബുർജി തന്നെ ആവുമ്പം കഴിക്കുന്ന ആൾക്കും ഒരു മടുപ്പാണ്, ഉണ്ടാക്കുന്ന നമുക്കൊരു മടുപ്പാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും വെറൈറ്റീസ് എല്ലാം ട്രൈ ആക്കാമെന്ന് മുട്ട കൊണ്ട്. ഇനിയിപ്പം നിങ്ങൾ മുട്ടയിൽ തന്നെ എന്തിനാ പരീക്ഷണം നടത്തുന്നതെന്ന് വെച്ചാൽ രാവിലെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഐറ്റം ഒന്നും തിന്നൂല ആള്. മുട്ടയാണ് ഇഷ്ടം. അങ്ങനെ ഒരു ദിവസം രാവിലെ എഗ് റോസ്റ്റ് ഉണ്ടാക്കി, എഗ് മസാല ഫ്രൈ ഉണ്ടാക്കി. ആൻഡ് ഇന്ന് ഇതാണ് താരം. ഇത് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഈ റെസിപ്പി ഹസ്ബൻഡ് തന്നെ കാണിച്ചു തന്നെയാണ്. നൈറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ ഞാൻ പെട്ടെന്ന് സേവ് ആക്കി വെച്ച് പിറ്റേന്ന് രാവിലെ ഇത് ഉണ്ടാക്കുന്ന ആൾ തീരെ പ്രതീക്ഷിച്ചിട്ട് 2 മുട്ട ബോയിൽ ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഒരു ചട്ടിയിലേക്ക് കുറച്ച് ഓയിലിടുക, കുറച്ച് ജീരകം, കറിവേപ്പില, ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, നമ്മൾ 2 ഉള്ളി, ഇതെല്ലാം ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം മസാല പൗഡേഴ്സ് ആഡ് ചെയ്യുക, പിന്നെ കുറച്ച് വെള്ളം, പിന്നെ നമ്മൾ ആ ഒരു എഗ്ഗില്ലേ ആദ്യം എഗ്ഗ് യോക്ക് ഇടുക. അതൊന്ന് മിക്സ് ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ ആ ഒരു വൈറ്റില്ലേ പൊട്ടാണ്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. മല്ലിയിലയും കുരുമുളകെല്ലാം ഇട്ട് സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായാൽ ഫോളോ ചെയ്യുക.